നമുക്ക് നൊമ്പരമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്നാനായ സമുദായത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ. അഗമാന സുറിയാനി സഭയുടെ സുന്നഹദോസ് കൂടിയപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ ഡിഗ്നിറ്റിക്ക് ഒരു കുറവ് സംഭവിക്കാത്ത രീതിയിൽ ആ സഭയ്ക്കകത്തുള്ളതായ പ്രശ്നങ്ങൾ അവർ രണ്ട് വിഭാഗവുമായി ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാൻ ഈ സഭാ ശുശ്രൂഷയിൽ എനിക്ക് പരിശുദ്ധ പത്രീയർക്കീസ് ബാവ കൽപ്പിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിക്കണമെന്നുള്ളത്. ആ പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലുള്ളതായ മെത്രാപ്പൊലിത്തന്മാർ ഒരുമിച്ചിരുന്നപ്പോഴും ചർച്ച ചെയ്ത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നുള്ള ആഹ്വാനമാണ് സുന്നഹദോസും എടുത്തിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ പത്രീയർക്കീസ് ബാവ നാളിതുവരെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും പരിശുദ്ധ സുന്നഹദോസിന് പൂർണ്ണമായ പിന്തുണയും അതിൻ്റെ അംഗീകാരവും നൽകിയിട്ടുണ്ട് എന്നുള്ളതും ആ കൂടെ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്നാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭയില്ലല്ലോ. ആഞ്ഞിലിമുടി തൊമ്മൻ കത്തനാർ നേതൃത്വത്തിൽ കൂനംകുരിശ് സത്യം ചെയ്തതിന് മുമ്പ് തന്നെ 4-ാം നൂറ്റാണ്ടിൽ ക്നായി തോമായുടെ നേതൃത്വത്തിലാണല്ലോ ഈ സുറിയാനി പാരമ്പര്യവും പൈതൃകവും ആരാധനയും ഒക്കെ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള മത്തോമ നസ്രാണികൾ എന്നുള്ള നമുക്ക് സുറിയാനി സഭയുടെ പൈതൃകവുമായിട്ട് ചേർത്ത് വയ്ക്കുവാൻ 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഭാഗ്യമുണ്ടായതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലുള്ളത് ക്നാനായ സമുദായം. ആ സമുദായത്തിൻ്റെ കോടതി വിഭാവനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസിന്റെ പരമമേലധ്യക്ഷനായിക്കൊണ്ട് തന്നെ അവിടെ വാഴിക്കപ്പെട്ടിരിക്കുന്ന സമുദായത്തിൻ്റെ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടുന്നതായ നിലകളിലുള്ള ആദരവൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയും അവിടെ വാഴിക്കപ്പെട്ട മറ്റ് മെത്രാപ്പോലിത്തന്മാർക്കും അവരുടേതായ മേഖലകളിലെ പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ആ സമുദായത്തിൻ്റെയും അസോസിയേഷൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതിൽ എഴുതി വെച്ചിരിക്കുന്നതായ മാറ്റം വരാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ മാറ്റം വരാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ശാശ്വതമായ സമാധാനം നമ്മുടെ ക്നാനായ സമുദായത്തിനകത്തും ഉണ്ടാകണം. അങ്ങനെ പരിശുദ്ധ സിംഹാസനം കൂടുതൽ മഹത്വീകരിക്കപ്പെടുവാനും ഈ വരുന്ന നാളുകളിലുള്ളത് അവരുമായ ചർച്ചകൾ കൂടുതൽ വഴിവെക്കട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മലങ്കരയിലെ പൂർവിക സുറിയാനി ക്രിസ്ത്യാനികളുടെ അധ്യക്ഷനായി അന്ത്യോക്യൻ പാത്രിയർക്കീസിനാൽ വാഴിക്കപ്പെട്ട ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരുമേനി തനിക്ക് കേരളത്തിലെ സഭയും പൊതുസമൂഹവും നൽകിയ സ്വീകരണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ ക്നാനായ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രത്യേകമായ ദൗത്യം നിയോഗം തനിക്ക് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രസംഗം ശ്രദ്ധിച്ച പല ആളുകളും ക്നാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതുകൊണ്ട് ക്നാനായ സമുദായത്തിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ പുറമെയുള്ള ഒരു ധാരണ നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ക്നാനായ യാക്കോബായ അങ്ങനെ ഒരു പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു കമ്മ്യൂണിറ്റി സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയും അല്ലെങ്കിൽ കുദാശകളും ലിറ്റർജിക്കൽ ട്രഡീഷനും അല്ലാതെ ഇവിടെ ഹോൾഡ് ചെയ്യുന്ന അത് ചിങ്ങവനം കേന്ദ്രീകരിച്ച് ആ കമ്മ്യൂണിറ്റി അവരുടെ കേന്ദ്രം ചിങ്ങവനത്താണ് ആണ് യാക്കോബായ ക്നാനായ എന്നൊക്കെ പറയുന്ന വിഭാഗം. അവരുടെ ഒരു വളരെ പ്രഗത്ഭനായ മെത്രാപ്പോലിത്തയായിരുന്നു ഏബ്രഹാം മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത. അദ്ദേഹം മലങ്കരയിൽ തന്നെ ഏറ്റവും വലിയ മെത്രാപ്പോലിത്ത എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഏബ്രഹാം മാർ ക്ലീമീസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ MC റോഡ് വഴി പോകുന്ന മന്ത്രിമാരോ ഉദ്യോഗസ്ഥ പ്രമുഖരോ ആരുമാകട്ടെ ചിങ്ങവനത്ത് അവിടെ നിർത്തി അദ്ദേഹത്തെ കണ്ടിട്ടേ പോകുമുള്ളായിരുന്നു. അത്രയ്ക്ക് സോഷ്യൽ പ്രസൻസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്ന പ്രഗത്ഭമതിയായ ഒരു മെത്രാപ്പോലിത്തയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഇടവഴിക്കലെ ഒരു കത്തനാര് ക്നാനായ സമുദായത്തിന്റെ മെത്രാപ്പോലിത്തയായി, അതായത് സേവേറിയോസ് എന്ന പേരിലാണ് വാഴിക്കപ്പെട്ടത്. അതാണ് ഇന്ന് ക്നാനായ സമുദായ മെത്രാപ്പോലിത്ത സേവേറിയോസ് മെത്രാപ്പോലിത്ത. ഇവിടെയാണ് ഈ ക്നാനായക്കാരുമായിട്ട് എനിക്ക് വിയോജിപ്പുള്ളത്. ഈ സമുദായത്തിനൊരു മെത്രാപ്പോലിത്തയുടെ ആവശ്യമില്ല. സമുദായത്തിന്റെ ഒരു നേതാവെന്ന നിലയ്ക്ക് സമുദായത്തിന്റെ തലവൻ, അധ്യക്ഷൻ, ഒരു ജനറൽ സെക്രട്ടറി എന്നോ അല്ലെങ്കിൽ മൂപ്പൻ എന്നോ സമുദായ മൂപ്പൻ എന്നോ അല്ലെങ്കിൽ ജാതിക്ക് കർത്തവ്യം അല്ലെ എന്നോ ഒക്കെ പറഞ്ഞപ്പോൾ ഈഴവ സമുദായത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ നേതാവായിട്ട് SNDP യോഗത്തിന്റെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഒരു സന്യാസിയൊന്നുമല്ല. സന്യാസിമാരൊക്കെ ശിവഗിരി മഠത്തിലായിരിക്കുന്നത്. അവരുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കാനോ ഒക്കെ ശിവഗിരി മഠത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ അനുബന്ധമായ മറ്റു മഠങ്ങളിലൊക്കെ അവർക്ക് സന്യാസിമാരോ മറ്റു പൂജാരിമാരോ ഒക്കെ കാണും. വെള്ളാപ്പള്ളി നടേശൻ പൂജ നടത്തുന്നില്ല, സന്യാസം അനുഷ്ഠിക്കുന്നില്ല. അദ്ദേഹം സമുദായത്തിന്റെ നേതാവാണ്. അതുപോലെ ക്നാനായ കമ്മ്യൂണിറ്റിക്ക് ആവശ്യം ഒരു സമുദായ നേതാവിനെയാണ്. ആ സമുദായ നേതാവിനെ അവർ മെത്രാപ്പോലിത്തായിൽ കണ്ടു എന്നുള്ളതാണ് പരാജയം. എന്നിട്ട് ഈ മെത്രാപ്പോലിത്തായി അവർ വിളിക്കുന്ന പേരാണ് സമുദായ മെത്രാപ്പോലിത്ത. ആ പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല. അവരങ്ങനെ വിളിക്കുന്നെങ്കിൽ അവർ വിളിക്കട്ടെ. കാരണം സമുദായത്തിന് എങ്ങനെയാണ് മെത്രാപ്പോലിത്ത? സഭയ്ക്കാണ് മെത്രാപ്പോലിത്ത ഉള്ളത്. സഭയുടേതാണ് മെത്രാപ്പോലിത്ത, അല്ല സമുദായത്തിൻ്റെതല്ല. അപ്പൊ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ സുറിയാനി സഭയുടെ ക്രമമനുസരിച്ച് സുറിയാനി സഭയുടെ പൗരോഹിത്യ നൽവരം സ്വീകരിച്ച്
ആ അപ്പോസ്തോലിക പിന്തുടർച്ചയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ ശൽമൂസ കൊടുത്തോ അമാലോകെ വായിച്ചോ ഒരാൾ മെത്രാപ്പോലിത്ത സ്ഥാനം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി സമുദായത്തിന്റെ മെത്രാപ്പോലിത്ത അല്ല, പരിശുദ്ധ സഭയുടെ മെത്രാപ്പോലിത്തയാണ്. ഒരാൾക്കും സമുദായത്തിന്റെ മെത്രാപ്പോലിത്ത ആകാൻ കഴിയില്ല. സമുദായത്തിന് എങ്ങനെയാണ് മെത്രാപ്പോലിത്ത ഉണ്ടാകുന്നത്? സമുദായത്തിന് നേതാവ് ഉണ്ടാകാം, ഞാൻ പറഞ്ഞ പോലെ സെക്രട്ടറി ഉണ്ടാകാം, പ്രസിഡന്റ് ഉണ്ടാകാം, അല്ല സമുദായ മൂപ്പൻ എന്നുള്ള സ്ഥാനം, അല്ലെങ്കിൽ സമുദായത്തിന്റെ അധ്യക്ഷൻ, അത് ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാണ്? ഒരാളിൽ ആരോപിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിൽ ദോഷമില്ല. ഇപ്പം മലങ്കര മെത്രാപ്പോലിത്തയും കാതോലിക്കയും ഒരാളാകും എന്ന് 34 ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ. പക്ഷേ ഇദ്ദേഹം സമുദായ മെത്രാപ്പോലിത്ത ആയിരിക്കുമ്പോൾ തന്നെ സമുദായത്തിന്റെ അധ്യക്ഷനും സഭയുടെ മെത്രാനുമാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള റോളാണ് പ്ലേ ചെയ്യുന്നത്. ബാക്കി പിന്നീട് ഇവർ ചെയ്ത എന്താന്ന് ചോദിച്ചാൽ, ഈ കമ്മ്യൂണിറ്റി, ഇത് കോട്ടയം രൂപത എന്ന് പറയുന്ന ക്നാനായ കത്തോലിക്ക കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ കാര്യമല്ല, ഇത് യാക്കോബായ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. ഇവരുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇവര് പിന്നീട് 3 അച്ഛന്മാരെ കൂടെ മെത്രാന്മാരാക്കി. അങ്ങനെ ടോട്ടൽ മെത്രാന്മാരുടെ എണ്ണം 4ആയി. ഇപ്പൊ 4 മെത്രാന്മാർ വരുമ്പോൾ തന്നെ ഈ സമുദായത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ആദ്യത്തെ മെത്രാനെയാണ് ഇവര് കാണുന്നത്. ഇവിടെ ഇതാണ് പ്രശ്നം. 4 മെത്രാച്ചന്മാരുണ്ട്. ഇപ്പൊ 4 മെത്രാച്ചന്മാരും സഭയെ സംബന്ധിച്ച് തുല്യ സ്റ്റാറ്റസാണ്, 4 മെത്രാന്മാരാണ്. പക്ഷേ ഇവരുടെ സമുദായത്തെ സംബന്ധിച്ച് സമുദായത്തിന്റെ അധ്യക്ഷതയും കൂടെ ആദ്യത്തെ മെത്രാന് കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സമുദായ മെത്രാപ്പോലിത്ത എന്ന പദം, ആ ടേം ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ടേമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. സമുദായത്തിന് എങ്ങനെയാണ് മെത്രാപ്പോലിത്ത വരുന്നത്? അപ്പൊ സമുദായത്തിന്റെ അധ്യക്ഷൻ ഈ മെത്രാപ്പോലിത്ത തന്നെയാണ്. അതുകൊണ്ട് ഡബിൾ റോള് അദ്ദേഹത്തിനുണ്ട്. മറ്റവർക്ക് സിംഗിൾ റോളേ ഉള്ളൂ, മെത്രാൻ എന്നുള്ള റോളേ ഉള്ളൂ. ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അവരും സമുദായത്തിലെ മെത്രാപ്പോലിത്തമാരല്ലേ? അതുകൊണ്ട് അവർ സമുദായത്തിന്റെ മെത്രാപ്പോലിത്തമാരാണെങ്കിലും സമുദായ മെത്രാപ്പോലിത്ത ആവുന്നില്ല. സമുദായ മെത്രാപ്പോലിത്ത എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ വീണ്ടും പറയാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു പ്രയോഗമാണത്. ആ പ്രയോഗം വലിയൊരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ 3 മെത്രാച്ചന്മാര് ഈ സമുദായ മെത്രാപ്പോലിത്തായെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ കീഴടങ്ങുന്നില്ല. സമുദായ മെത്രാപ്പോലിത്ത പാത്രിയർക്കീസിന് കീഴടങ്ങുന്നില്ല. ഇങ്ങനെയുള്ള പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടു കൂട്ടരും ഒരുപാട് ആരോപണങ്ങൾ വെക്കുന്നുണ്ട്. പരസ്യമായ വിഴുപ്പലക്കലിലേക്കൊക്കെ പോയിട്ട് തന്നെ നാളുകളായി അങ്ങനെ കാര്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം അതൊരു ചെറിയ വേദനയല്ല, അതൊരു വലിയ വേദന തന്നെയാണ്. കാരണം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ ക്നാനായ കമ്മ്യൂണിറ്റിയെ കൂടാതെ അത് അടയാളപ്പെടുത്തുവാൻ കഴിയില്ല. പലപ്പോഴും പല ചരിത്രങ്ങൾക്കും പല ചരിത്ര വസ്തുതകൾക്കും തെളിവുകൾ ചോദിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ജീവിക്കുന്ന തെളിവ് എന്ന നിലയ്ക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്ന് ഈ ക്നാനായ കമ്മ്യൂണിറ്റിയുടെ വ്യതിരിക്തമായ സത്വബോധത്തോടു കൂടിയുള്ള നിലനിൽപ്പിനെയാണ് നമുക്ക് തെളിവെന്ന നിലയ്ക്ക് തന്നെ അടയാളപ്പെടുത്തുവാൻ കഴിയുന്നത്. അപ്പോ വസ്തുതകളെ തമസ്കരിക്കുകയും ചരിത്രത്തെ വക്രീകരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ക്നാനായ സമുദായം പൂർവാധികം ശോഭയോടെ തേജസ്സോടെ നിലനിൽക്കേണ്ടത് ഈ സത്യമായ ചരിത്രത്തെ പിൻപറ്റുന്നവരുടെ ഒരു ആവശ്യകതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ചരിത്രത്തെ വക്രീകരിച്ച് കളയുവാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു അപനിർമ്മാണം ഉദ്ദേശിക്കുന്നവർ, അവരെ സംബന്ധിച്ച് ക്നാനായ സമുദായം ഇല്ലാതെയാകുന്നതാണ് നല്ലത്. ക്നാനായ സമുദായം നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ബെസേലിയസ് ജോസഫ് കാതോലിക്ക ബാബ തിരുമേനിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ക്നാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭ ഇല്ല. സഭയ്ക്ക്, കാരണം യാക്കോബായ സഭയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തുമ്പോൾ ക്നാനായ സമുദായം അതിന് വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ക്നാനായ സമുദായത്തെ യാക്കോബായക്കാർ കഴിഞ്ഞ നാളുകളിൽ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിച്ചതും ക്നാനായ സമുദായത്തിലെ മെത്രാപ്പൊലിത്തയായിരുന്ന എബ്രഹാം മാർ ക്ലീമീസ് തിരുമേനിയെ തങ്ങളുടെ മറ്റേത് മെത്രാനേക്കാളും മുകളിൽ യാക്കോബായക്കാർ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം സ്നേഹം ആ സമുദായത്തിനും ആ സമുദായത്തിന്റെ മെത്രാപ്പൊലിത്തമാർക്കും കൊടുത്തു. ഇന്ന് ക്നാനായക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരിടുന്ന വിവിധ മേഖലകളിൽ നിന്ന് നേരിടുന്ന ഭീഷണികളും വെല്ലുവിളികളും അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് പോലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിലനിൽപ്പിന് വേണ്ടി പോലും ബുദ്ധിമുട്ടേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായിരിക്കുന്ന സമയത്ത് വളരെ നിലവാരം കുറഞ്ഞ ഈ വഴക്ക് ഒട്ടും അഭിലഷണീയമല്ല. അത് നിങ്ങളുടെ സമുദായത്തിന് നല്ലതല്ല, പ്രത്യേകിച്ച് പൊതു ക്രിസ്തീയ ലോകത്തിനും ഭൂഷണമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സമാധാന പരിശ്രമങ്ങൾക്കും സമവായ ശ്രമങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വളരെ അനുഭാവപൂർവമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ ക്ലാഷിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കോ പിണക്കമോ ഭിന്നതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സഹിക്കുവാനും കുറച്ചൊക്കെ നഷ്ടം ഏറ്റെടുക്കുവാനും ആളുകൾ തയ്യാറാണ്. തങ്ങളുടെ ഈഗോയ്ക്ക് നഷ്ടം വരുന്നുള്ളൂ, വേറെ നഷ്ടമൊന്നും ആർക്കും വരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകളെ ഉണക്കത്തക്ക വിധത്തിൽ വളരെ വിശാലമായ സൗമനസ്യത്തോടു കൂടിയ മനോഭാവവും സമീപനങ്ങൾ കൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാനും വിട്ടുകൊടുക്കരുത് എന്ന് പറയുവാനൊക്കെ പലരും വരും. വിട്ടുകൊടുക്കാതിരുന്നാൽ നല്ലതാണ്. ഒറ്റ കാര്യമുള്ളൂ, കമ്മ്യൂണിറ്റി ഇല്ലാതെയാകും. അതിന് തക്കം പാർത്തിരിക്കുന്ന അനേക ആളുകളുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമുദായ മെത്രാപ്പൊലിത്തയായിട്ട് വാഴിക്കപ്പെട്ട വ്യക്തി താനാണ് സമുദായ മെത്രാപ്പൊലിത്ത എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഏറ്റവും അധികം സമുദായത്തിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടത്. കാരണം യേശു തമ്പുരാൻ തന്റെ സഭയ്ക്ക് വേണ്ടി എന്തേറ്റു? മുറിവുകളേറ്റു.
ഇപ്പൊ യേശു കർത്താവാണ് ഏറ്റവും കൂടുതൽ മുറിവേറ്റത്, ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടു, ഏറ്റവും കൂടുതൽ സഹിച്ചത്. കാരണം താൻ സഭയെ സ്നേഹിച്ചു എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ സമുദായത്തെ സ്നേഹിക്കുന്ന ആള് ആ സമുദായത്തിന് വേണ്ടി നഷ്ടം സഹിക്കുവാനും മുറിവേക്കുവാനും തയ്യാറാവണം. അത്തരത്തിലുള്ള വിശാലമായ മനോഭാവങ്ങൾ. അതുപോലെ തന്നെ മറ്റ് 3 മെത്രാപ്പൊലിത്താന്മാരും, കാരണം നമ്മളെ എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത്? തോട്ടം സൂക്ഷിപ്പാനും അല്ലെ? അങ്ങനെയാണ് ആദ്യത്തെ. ഇത് പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ദ ഗാർഡൻ എന്നുള്ളതാണ്. ഈറ്റ് ദ ഫ്രൂട്ട്സ് എന്നുള്ളത് പിന്നെയാണ്, സെക്കൻഡറി ആണ്. അപ്പം ഇവിടെ കായികനികളുടെ ഭക്ഷണം മാത്രമേ നടക്കുന്നുള്ളൂ, തോട്ടം ആരും സൂക്ഷിക്കുന്നില്ല. അപ്പൊ തോട്ടം സൂക്ഷിക്കുവാനും കായികനികൾ ഭക്ഷിക്കുവാനുമാണ് തോട്ടത്തിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാനാക്കി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മുന്തിരി പറിച്ച് തിന്നുവാനും ചില സമയത്ത് മുന്തിരി കൊണ്ട് വീഞ്ഞുണ്ടാക്കി കുടിച്ച് നോഹവല്യപ്പം കിടന്ന പോലെ വിവസ്ത്രരായി കിടക്കുവാനുമല്ല ഇപ്പൊ അത് മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തോട്ടം സൂക്ഷിക്കുക എന്നുള്ള ആ പ്രൈമറി ആൻഡ് പ്രാഥമികമായ ഏറ്റവും പ്രധാനമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് പോകണം. അതാണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പാത്രിയർക്കീസ് ബാവ, കാതോലിക്ക ബാവായ തിരുമേനി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അധികം താമസിക്കാതെ നമുക്ക് ജ്ഞാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾ എല്ലാം തീർന്നിരിക്കുന്നു, അവിടെ വലിയ ഐക്യവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ ഞാനിതിനകത്തൊരു പക്ഷം ചേർന്നിട്ട് ഈ ഒരു അഭിപ്രായം പറയുകയല്ല. കാരണം രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. അത് ഏത് തർക്കത്തിലുമുണ്ട്. ഇപ്പൊ റഷ്യ ഉക്രൈൻ തർക്കം എടുത്തു കഴിഞ്ഞാൽ റഷ്യയുടേതായ ഒരുപാട് ന്യായങ്ങളുണ്ട്, ഉക്രൈന് അതിനേക്കാൾ ന്യായങ്ങളുണ്ട്. ഈ ലോകത്തെല്ലായിടത്തും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് പക്ഷത്തും ന്യായങ്ങളും വാദങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യം, അത് നമ്മൾ പരിഗണിക്കുക. പൊതു താല്പര്യം ജ്ഞാനായ സമുദായത്തിന്റെ നിലനിൽപ്പും അതിന്റെ അഭിവൃദ്ധിയും അതിന്റെ ഭാവിയുമാണെങ്കിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയോടെ സൗമനസ്യത്തോടെ ചർച്ചകൾക്ക് മാധ്യസ്ഥം വഹിക്കുവാൻ സന്നദ്ധത കാണിച്ചിരിക്കുന്ന ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ തിരുമേനിയുടെ സമവായ ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ ജ്ഞാനായ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് യാക്കോബായ ജ്ഞാനായ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മുഴുത്ത ഫാമിലി എന്നേ ഉള്ളൂ, ഒരു കുടുംബമായിട്ട് കണക്കാക്കാം. കാരണം ഞാൻ പരിചയപ്പെട്ടിടത്തോളം അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്, തമ്മിൽ ബന്ധമില്ലാത്ത ഒരു ഫാമിലിയും ഇല്ല. അപ്പം ജസ്റ്റ് ഇറ്റ്സ് എ ബിഗ് ഫാമിലി, ദാറ്റ്സ് ഇറ്റ്. അല്ല വലിയൊരു കമ്മ്യൂണിറ്റി എന്നോ ഒന്നും പറയാൻ മാത്രമില്ല. അപ്പൊ ആ ഒരു ഫാമിലിയിൽ തന്നെ ഇത്രയും വലിയ വഴക്കും ഇത്രയും വലിയ പിണക്കങ്ങളും ഈ അമേരിക്കയിൽ തന്നെ പല ആളുകളോട് പറയുന്നുണ്ട്. പലയിടത്തും കഴിഞ്ഞ സമ്മറിലെങ്ങും പോയില്ല, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവരെ കാണേണ്ടി വരും, ഇവിടെ പോയാൽ ഇവരെ കാണേണ്ടി വരും. അപ്പൊ അത്രമാത്രം അവർ ഉൾവലിയുന്നു. വളരെയേറെ ഇടയെടുപ്പത്തോടെ സഹകരിച്ച് ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത്രമാത്രം വിഷം കലക്കുവാനും ഇത്രമാത്രം ഭിന്നത ഉണ്ടാക്കുവാനും അതിനെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനും മാത്രമേ നിങ്ങളുടെ നയങ്ങളും പ്രവർത്തനങ്ങളും ഉതകിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തെറ്റിതിരുത്തി അനുദപിച്ച് ഐക്യപ്പെട്ട് ആ കമ്മ്യൂണിറ്റിക്ക് അനുഗ്രഹമായി തീരുക. കാരണം ഒരു മെത്രാൻ എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിന് വെളിച്ചമായിരിക്കണം, ആ സമുദായത്തിന് ഉപ്പായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കാൻ ഉള്ള കാലഘട്ടമാണിത്. അപ്പോൾ ദയവായിട്ട് ആത്മായരായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ ഈ സമാധാന ശ്രമത്തിന് തുരങ്കം വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതാണ് എപ്പോഴും കണ്ടുവരുന്നത്. ഏതെങ്കിലുമൊക്കെ സമാധാന ചർച്ചകളും സമവായങ്ങളും ഒക്കെ വരുമ്പോൾ ചില ആളുകൾക്ക് ഈഗോ കയറിയിട്ട് അവർ തുരങ്കം വെക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയ ഇറങ്ങിയ എമ്പുരാൻ സിനിമയ്ക്കകത്തെ മുന്നായുടെ റോള് മുന്നാബായിയാണ് ഏൽപ്പിച്ചത്. ആ അമ്മ പറയുന്നുണ്ട് ഇവരെ സുരക്ഷിതരായിട്ട് പത്താഴപ്പുരയിലോട്ട് താമസിപ്പിക്കാൻ. അപ്പൊ മുന്ന തലയാട്ടുന്നുണ്ട്. അപ്പൊ ജ്ഞാനായ സമുദായത്തിൽ പലരും മുന്നായ പോലെ സിനിമ കണ്ടിട്ടുള്ള ജ്ഞാനായക്കാരെല്ലാം പോയി എമ്പുരാൻ കാണുക. അതിനകത്ത് മുന്നയായി മാറാതെ നിങ്ങൾ ഉത്തമ സത്യവിശ്വാസികളായി തീരുക. ആഞ്ഞിലിമുട്ടിൽ ഇട്ടിത്തോമംഗത്തനാരുടെ യഥാർത്ഥ പിൻഗാമികളാണെങ്കിൽ പരിശുദ്ധ സിംഹാസനത്തോട് കൂറും വിധേയത്വവും ഉള്ളവരായിട്ട് അന്ന് ദിഗന്ധങ്ങൾ പൊട്ടുമാറ് അദ്ദേഹം പറഞ്ഞ ആ മുദ്രാവാക്യം അത് മുഴങ്ങിയത് അറബിക്കടലിന്റെ ഓളങ്ങൾക്ക് മുകളിൽ ആ ശബ്ദം മുഴങ്ങിയെങ്കിൽ, കൊച്ചി രാജകൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ പോലും അത് പ്രതിധ്വനിച്ചെങ്കിൽ, അത് ചരിത്രത്തിന്റെ ഇപ്പുറത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ, ഓരോ സത്യവിശ്വാസിയുടെ ഹൃദയങ്ങളിലാണ് ആ മുദ്രാവാക്യം മുഴങ്ങുന്നത്. അതുകൊണ്ട് ആ ആവേശം രക്തത്തിലേന്തി സിരകളിൽ ഒഴുകുന്ന ജ്ഞാനായക്കാർ കഴിഞ്ഞ നാളുകളിലെ ഭിന്നതയും ഈഗോ ക്ലാഷും ഒക്കെ വിട്ടിട്ട് സമാധാനത്തിന്റെ ഐക്യശ്രമത്തിന്റെയും പാതയിൽ മുന്നേറുവാൻ ഒരുങ്ങണം എന്നാണ് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജ്ഞാനായ കോട്ടയം രൂപതക്കാർ നേരിടുന്നത് അതിനേക്കാൾ വലിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. കാരണം സീറോ മലബാർ സഭയുടെ വികലമായ ചരിത്ര അധ്യാപനത്തിന് ജ്ഞാനായ സമുദായം അതിന്റെ സ്വത്വബോധത്തോടെ, അതിന്റെ വേറിട്ട വ്യക്തിത്വത്തോടെ, അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് നിന്നാൽ അവരുടെ ചരിത്രത്തിന്റെ അപനിർമ്മാണത്തിന് അസൗകര്യമുണ്ടാകും എന്ന് കരുതി ജ്ഞാനായ കമ്മ്യൂണിറ്റിയെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു നയമാണ്. വളരെ ക്രൂരവും പൈശാചികവുമായ ഒരു നയമാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു സമുദായത്തെ ഇല്ലാതാക്കുക എന്നുള്ള വളരെ ഗൂഢവും അങ്ങേയറ്റം നിന്ദ്യവും വളരെ അപലപനീയവുമായ ചരിത്രത്തിൽ ഒരു ഹീനകൃത്യമാണ്. നിശബ്ദമായി ആ കൃത്യമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിശബ്ദമായ കൊലപാതകത്തെ ദൗർഭാഗ്യവശാൽ ആ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിന്ന് പലരും പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ ചരിത്രപരമായ, അല്ലെങ്കിൽ ഈ ചരിത്രത്തിലെ ചരിത്രസന്ധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഇത് ചരിത്ര പ്രതിസന്ധിയാണ്. ജ്ഞാനായ കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ച് ഈ ചരിത്ര പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഈ ജ്ഞായിത്തൊമ്മൻ കപ്പലിൽ കയറി ഒത്തുപിടിച്ച് പോന്നപ്പം അവർക്ക് ആ കപ്പൽ യാത്രയിൽ പല പ്രതിസന്ധികളും ഉണ്ടായി കാണും. വലിയ വേലിയേറ്റങ്ങളോ അല്ലെങ്കിൽ
കാറ്റോ ഉയർന്ന തിരമാലകളോ അങ്ങനെയുള്ള കടൽ കൊള്ളക്കാരുടെ ആക്രമണമോ അതിനെയൊക്കെ അതിജീവിച്ച് ആ കപ്പൽ നയിച്ചുകൊണ്ടുവന്ന കനായിത്തൊമ്മയുടെ പ്രാർത്ഥനകളും ആശീർവാദങ്ങളും ഇരു കമ്മ്യൂണിറ്റികളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ രണ്ടു കൂട്ടരും നേരിടുന്ന ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഒരു ഭാവിയിലേക്ക് കാലെടുത്ത് വെക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.